സോ ഫാർ ക്ലാസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ, ക്വസ്റ്റ്യൻസ് കുറേയും കൂടെ കവർ ചെയ്യണം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് പോകും. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്ന് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിലൊക്കെ എടുത്തിട്ട് പോയാൽ നിങ്ങൾ വരാൻ മടിയുണ്ടോ ക്ലാസ്സിന്? എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല എന്നുള്ളൊരിതുണ്ടോ? ഇനി നമ്മൾ ശ്വാസം വിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ചോദ്യചിഹ്നമാവും അല്ലേ. 10th എല്ലാവരും പറഞ്ഞു ഇതാണ് വഴിത്തിരിവെന്നല്ലേ. +2 എത്തിയപ്പോൾ അതിലും വലിയ പ്രഷർ. അപ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തോളൂ. ഇനി അങ്ങോട്ട് പ്രഷറിൻ്റെ കാലഘട്ടമാണ്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പ്രഷർ കുറവാണ്. നിങ്ങൾക്ക് എത്ര സപ്പോർട്ടീവാണ് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ പുറകെ നടന്ന് പഠിപ്പിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ചീത്ത വിളിക്കും, അല്ലാതെ അതിന് വേറെ എന്താ പറയുക എക്സ്ട്രാ സപ്പോർട്ട് ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എവിടെയാണ് അല്ലെങ്കിൽ കൂട്ടുകാരെങ്ങനെയാണ് പഠിക്കുന്നതൊക്കെ അന്വേഷിച്ച് നമ്മളുടെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യമായിരുന്നു പഠിച്ചെടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? പാരൻസ് എന്തോരം പേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നല്ലേ. ഇവിടെ ചേരാൻ തന്നെ എത്ര ഡിസ്കഷൻ പോയിട്ടുണ്ടാവും അല്ലേ. മറ്റേത് അങ്ങനെയല്ല, ആരെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പേര് വാല് പിടിച്ചങ്ങ് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ. പക്ഷെ ഇത് നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെയായിരിക്കും പറഞ്ഞത്, കുറച്ച് ദിവസം കൂടെ പഠിച്ചാൽ പോരെ, അത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിക്കൂടെ അല്ലെങ്കിൽ ഫോൺ കണ്ടുകൂടെ എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ക്രാഷ് എന്നും പറഞ്ഞിട്ട് വന്നേക്കുവാണ് അല്ലേ. എല്ലാവർക്കും ഒരു പ്രോപ്പർ ഐഡിയ ഒക്കെ ഉണ്ടോ എന്താണ് അടുത്ത വർഷം ഈ സമയത്ത് എവിടെ ഇരിക്കണം എന്നുള്ളത്? അതൊക്കെ പറയുമ്പോൾ തല താത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ ഇസ് വെരി വെരി ടൈറ്റ് അല്ലേ. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജ് കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു എബവ് ആവറേജോ ബിലോ ആവറേജോ ആര് വേണമെങ്കിലും ആവാം. ഇതെന്താണെങ്കിലും അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമാണല്ലേ. നമ്മൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും റണ്ണിങ് റേസാണ് മക്കളെ. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, റിലേ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. സോ നമ്മളിപ്പോൾ ശ്വാസം വിടാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രശ്നം വരും. നിങ്ങളപ്പോൾ എന്ത് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് എല്ലാം നിങ്ങൾക്കൊരു ഐഡിയ വേണം കേട്ടോ. ഇനി ഒരു വിഷു വരുന്നുണ്ടല്ലേ, വിഷു കൈനീട്ടമൊക്കെ കിട്ടും അല്ലേ? ഇല്ലേ? എത്ര നാളും കൂടെ കിട്ടും. കുറച്ച് നാൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ അല്ലേ. അപ്പോഴേക്കും വിഷു, അപ്പോൾ നമുക്ക് ഈ വിഷു ഒന്നും ആഘോഷിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. വിഷു ആഘോഷിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് മാറാണ്. വി ആർ ടീനേജൊക്കെ മാറി പയ്യെ, ടീനേജ് തുടങ്ങിയപ്പോൾ തന്നെ മിസ് ടീനേജ് തീരണ കാര്യം പറയല്ലേ എന്ന് പറയരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യത്തിലൊരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ വേണം. ഇപ്പം നേരത്തെ പണ്ടത്തെ ഒരു കാലമൊന്നും അല്ലല്ലേ, നമ്മളെല്ലാവരും എന്താ പറയുക ഒരേപോലെ ഈക്വൽ പേ ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ വരുമ്പോൾ അത് കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കും ലൈക്ക് നമ്മളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറവ് കാരണം നമ്മൾ പുറകോട്ട് വലിയരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള കഴിവുകൾ എന്തായിക്കോട്ടെ അതിനെ എന്താ പറയുക നേർച്ചർ ചെയ്യാന്ന് പറയത്തില്ലേ അല്ലേ. ഒരു ചെടി പൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളും നന്നായിട്ട് പുഷ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ നേർച്ചർ ചെയ്തേ പറ്റുള്ളൂ. നോ വൺ ഈസ് ഗോയിങ് ടു എന്താ പറയുക ഇനി അധികമൊന്നും പുറകെ നടക്കുമൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാവുകയാണ്. പുറത്തുള്ളവർക്ക് സപ്ലി ഉണ്ടോ അല്ലെങ്കിൽ പാസ്സായോ എന്നൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം സപ്ലി ഇല്ലാണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ പാസ്സായിട്ടോ കാര്യമില്ല, നല്ല മാർക്കോട് കൂടെ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 10th ആയിരുന്നു ഈസി, +2 ആയിരുന്നു ഈസി? ഏതായിരുന്നു ഈസി? പഠിക്കാനുള്ള ലോഡ് കുറവ് എവിടെയായിരുന്നു പറ, അത് പറഞ്ഞൂടെ? കെമിസ്ട്രി അല്ലല്ലോ ഞാൻ ചോദിച്ചത്, 10ലായിരുന്നു. എന്തൊരു എളുപ്പമായിരുന്നു അല്ലേ +2 വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ അടുത്ത ലെവൽ ഏതിലേക്ക് പോകുന്നു. ഒരിക്കലും നമുക്ക് പഠിക്കാനുള്ളത് കുറഞ്ഞു വരില്ല, പഠിക്കാനുള്ളത് കൂടി തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എന്താ പറ്റിയെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അത്രയും കുഴപ്പമില്ല. CBSE-കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിക്ക് ഉള്ളത് ആകെ 10th. നിങ്ങൾ കണ്ടിട്ടുണ്ടോ CBSE-കാരുടെ ടെക്സ്റ്റ് ബുക്ക്? ഇല്ല. CBSE-കാർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക ഈ +1 +2 CBSE-കാരാണ്. ഏറ്റവും എക്സാം അവരുടെ ആയിരിക്കും ടഫും. കാരണം നമ്മളോന്നോ എന്താ ചോദിച്ചത് ഞാൻ കേട്ടില്ല, പറ.
ആ ICSE സിലബസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ISC എക്സാം എഴുതുന്നത് അത് പണ്ട് തൊട്ടേ ഒരു എന്താ പറയുക ഇമേജ് ലൈക്ക് എങ്ങനെയാണ് ഉള്ളത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ ഇത് തിങ് ഈസ് ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന കാര്യം സെയിം ആണ്. ദേ ആർ യൂസ് ടു ദാറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടി അല്ലേ. പക്ഷേ CBSEക്കാർക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് തിങ്ങുന്ന ആൾക്കാരാണ്. ചില സമയത്ത് ഈസി ആവും, ചില സമയത്ത് ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ +1 തൊട്ട് നിങ്ങൾ ഒരുമിച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ICSEയിലൊക്കെ ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രൊപ്പോർഷനൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകും. നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് കേൾക്കാതെ പോയിട്ടുള്ളത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എൻട്രൻസ് ടോപ്പിക് ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേട്ടോ. സോ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ തളർന്നിരിക്കാതെ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എൻ്റെ മുഖത്ത് നോക്കി പറയാൻ മടിയുള്ളതുകൊണ്ട് പറയാതിരിക്കേണ്ട. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ എനിക്കും ഒരു ശരിയാ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണ്. നിങ്ങൾ സെമിനാറൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരല്ലേ? എടുത്തിട്ടുണ്ടോ സ്കൂളിൽ? കണ്ടിട്ടില്ലേ സെമിനാർ എടുക്കാൻ പോണ ആൾ എന്ത് പറഞ്ഞിട്ടാണ് പോവുക? എന്നോട് ചോദ്യമൊന്നും ചോദിക്കരുതെന്നോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണമാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളുടെ ക്ലാസ് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതാണോ ഇഷ്ടം? പറ, അതിന് ഉത്തരമില്ലേ? പറയടോ, റെസ്പോണ്ട്. ഇപ്പം നിങ്ങൾ ഒരാളോട് ഭയങ്കര ഇൻട്രസ്റ്റിൽ സംസാരിക്കുമ്പോൾ അയാൾ മിണ്ടാതെ നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ നിങ്ങളോട് എന്തെങ്കിലും തിരിച്ച് സംസാരിക്കുന്നതാണോ ഇഷ്ടം? അല്ലേ? നമ്മളെല്ലാവരും റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരിക, ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ ഇതെന്താ ആരും ഒന്നും പറയാത്തതെന്നുള്ളൊരു ചോദ്യം വരും. അതൊരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാലോ? അപ്പം ഞാനെന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുവാണോ? എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും, അപ്പം നിങ്ങൾ വേണം അത് കറക്റ്റ് ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിടുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് കുറച്ചും കൂടെ സ്മാർട്ടായിട്ടുള്ള പിള്ളേരെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ പരിചയമായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, മോൾ കോൺസെപ്റ്റ്. എന്താണ് മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what do you mean by mole? 1 mole of a substance means Avogadro number of particles ഉൾക്കൊള്ളുന്ന ആ ഒരു കണ്ടന്റിനെയാണ് നമ്മൾ 1 mole എന്ന് പറയുന്നത് അല്ലേ. So what is Avogadro's number? As we mentioned earlier, 6.022 into 10 raised to 23. അപ്പോൾ number of moles of a substance ന്റെ കുറച്ച് ഇക്വേഷൻസ് ഞാനൊന്ന് ബോർഡിൽ എഴുതാം. Copy it down. So write down number of moles of a substance is equal to, ഈ ഇക്വേഷൻസ് ഞാൻ എഴുതും, പുറകെ വരുന്ന ക്വസ്റ്റ്യൻസ് പതുക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. ജസ്റ്റ് വർക്ക് ഓൺ ഇറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് is equal to mass of substance in gram, mass of substance in gram divided by molecular mass of substance in gram. നിങ്ങൾ given mass by molecular mass എഴുതിയാലും സെയിം ആണ് കേട്ടോ. molecular mass of substance in gram which is equal to number of particles divided by 6.022 into 10 raised to 23. Next is mass of one atom of an element. Is equal to gram atom of an element divided by 6.022 into 10 raised to 23. Mass of one molecule of a substance is equal to gram molecular mass of the substance
divided by Avogadro number. That is 6.022 into 10 raised to 23. Next, number of molecules. That is equal to volume of gas in liters at NTP divided by 22.4 into Avogadro number. എഴുതിയോ? സോ ലെറ്റ്സ് ഡിസ്കസ് സം ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയാമോ? നേരത്തെ ഒരു ലോയുടെ ക്വസ്റ്റ്യൻ ആണ്, ഞാനത് കണ്ടില്ലായിരുന്നു. ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ. ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ കോമ്പൗണ്ടിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ ഓപ്ഷൻ എ എക്സോതെർമിക് കോമ്പൗണ്ട്, സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്, എൻഡോതെർമിക് കോമ്പൗണ്ട്, നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ എക്സോതെർമിക്, എൻഡോതെർമിക്, സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്. എന്താ എക്സോതെർമിക് എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് വേണ്ടുന്ന റിയാക്ഷൻ, ടു ക്യാരി ദറ്റ് റിയാക്ഷൻ യു നീഡ് സം എമൗണ്ട് ഓഫ് എനർജി അല്ലേ, അതിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സോതെർമിക് എൻഡോതെർമിക്കും ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. പിന്നെ വരുന്നത് സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്. എന്താ സ്റ്റോഷിയോമെട്രിക് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്റ്റോഷിയോമെട്രിക് കോമ്പോസിഷൻ പറയുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആസ് സച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 12 ഗ്രാം ഓഫ് കാർബണും എത്രയാ 32 ഗ്രാം ഓഫ് ഓക്സിജനും എന്ന് പറഞ്ഞിട്ട് അത്രയും തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. പക്ഷേ കുറേ അയോണിക് കോമ്പൗണ്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പറയുന്ന ഡാറ്റയുടെ അത്രയും ആൾക്കാർ ഉണ്ടാവില്ല, കുറച്ച് കുറവുണ്ടാവും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. അപ്പോൾ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആർക്കാ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്കത്? ഓക്കെ. സോ വി വിൽ റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ മോൾ കോൺസെപ്റ്റ്. റൈറ്റ് ഡൗൺ. Match the mass of elements given in column 1 match the mass of elements given in column 1 with the number of moles with the number of moles given in column 2 given in column 2 given in column 2 and select the correct option column 1 ഉം column 2 ആണ് ഞാൻ ബോർഡിൽ വരയ്ക്കുന്നത്.
ഇതാണ് നിങ്ങളുടെ കോളം. ഓപ്ഷൻസ് ഇതിൻ്റെ പുറകെ എഴുതുന്നതാണ്. സോ അപ് ടു ദിസ് മച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. Match the mass of elements given in column 1 with the number of moles given in column 2 and select the correct option. And this is the column. And the options are these are the options. എഴുതിയോ? വേഗം. നമ്മൾ എഴുതാൻ വൈകും തോറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറയും. എഴുതിയോ? സോ എങ്ങനെ വരും ഇതിൻ്റെ ഒരു ആൻസർ? ഇത് വളരെ സിമ്പിൾ. ഇപ്പോൾ നമ്മൾ എഴുതിയ ഒരു ഇക്വേഷൻസ് ഒന്നും വേണ്ട. ഏത് വരും പറഞ്ഞോ? ശരിയാ, ഏതാ? ഡി വരും. അതെന്താ കാര്യം? ഡി ആണ് ആൻസർ പറഞ്ഞത്. വൈ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നമ്മളുണ്ടല്ലോ എല്ലാം മാച്ച് ആണോ എന്നൊന്നും നോക്കണ്ട അല്ലേ. ആദ്യത്തേത് ഏത് വരും? 28 gram ഓഫ് ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 4 grams ആണല്ലേ. അപ്പോൾ 7 4s are 28. അപ്പോൾ 7 മോൾ വരുന്നുണ്ട് ഹീലിയം. അതായത് എ കോളം 1-ലെ എ ഇസ് മാച്ച് ടു ക്യൂ ഓഫ് കോളം 2. അത് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാ? ഡി ആണ്. അപ്പം അവിടെ നമുക്ക് ഏകദേശം സെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ശരിയാണോ എന്ന്. 46 gram ഓഫ് സോഡിയം. സോഡിയം എത്രയാണ് ആക്ച്വലി? 28 ആണല്ലേ. ആണോ? ആ, അപ്പോൾ എത്ര വരും? 2 moles വരും അല്ലേ. പിന്നെ കാൽഷ്യം, അലൂമിനിയം നമുക്കറിയാം 27 gram ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഒരു അലൂമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് ആണ്, വിച്ച് മീൻസ് 1 mole ഓഫ് അലൂമിനിയം ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഓപ്ഷൻ ഡി ആണ് ആൻസർ ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതും ഒരു മോൾ കോൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻസ്. നിങ്ങൾ ആൻസർ ട്രൈ ചെയ്തെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. 1 mole. In terms of volume. Why? Mass in the terms, how will you explain 1 mole? It is given as Z. And as particles, how can you explain 1 mole? And it is given as X. And the options are
അതിൻ്റെ ആൻസറും നിങ്ങൾക്ക് വേഗം പറയാൻ പറ്റും. നമ്മൾ എല്ലാ ടേംസിലും മോളിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ യു ക്യാൻ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് സോ ഈസിലി. പറയൂ, ഏതൊരു ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എല്ലാവരും വേഗം എഴുതുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ എഴുതലായിരിക്കും തിരക്ക് പിടിക്കുന്നത്. ഏത് വരും? മോൾ ഇൻ ടേംസ് ഓഫ് വോളിയം എത്രയാണോ? 22.4 അറ്റ് എന്താ പറയുക, എനി പ്രഷർ ആണോ, എനി ടെമ്പറേച്ചർ ആണോ, NTP ആണോ? എനി ടെമ്പറേച്ചർ, എനി പ്രഷർ, നോർമൽ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെ, എല്ലാ കണ്ടീഷൻസിലും അല്ലേ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എയും അല്ല ഡിയും അല്ല. പിന്നെ വരുന്ന അല്ല സോറി എയും അല്ല സിയും അല്ല, NTPയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പാർട്ടിക്കിൾസ് ആണെങ്കിലോ 6.022 × 10⁻23 ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആവാം, പാർട്ടിക്കിൾസും വരാം അല്ലേ. അതപ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ Z എന്ത് വരും? ഗ്രാം അറ്റോമിക് മാസ് ആണോ, മോളാർ വോളിയം ആണോ? ഒരിക്കലും Z വോളിയത്തിന്റെ ടേംസിൽ വരില്ല അല്ലേ. എന്തിന്റെ ടേംസിലേ വരുള്ളൂ? അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്നായിരിക്കണം. അപ്പോൾ ഏത് ഒരു ആൻസർ? ഓപ്ഷൻ ബി വരും കേട്ടോ. 6.022 × 10⁻23 ആറ്റംസ് ആണെങ്കിൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്യൂൾസ് ആവാം. ആൻഡ് ഇൻ ടേംസ് ഓഫ് വോളിയം ഇറ്റ് ഇസ് 22.4 ലിറ്റർ അറ്റ് NTP. ആൻഡ് മാസിന്റെ ടേംസിലാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. Next question. (6.022 × 10⁻20 molecules of urea) 6. Avogadro number അല്ല, into 10⁻20 molecules of urea. (20 molecules of urea are present in 100 ml solution. Are present in 100 ml solution. Are present in 100 ml solution, full stop. The mole of urea in solution is. The mole of urea in solution is. Options are given on the board. The mole of urea in solution is. (0.1, 0.01, 0.02, 0.001) എന്ത് വരും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ് ഇക്വേഷൻ. നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. ഇവിടെ എത്ര മോളിക്യൂൾസ് തന്നിട്ടുണ്ട്? യൂറിയ എത്ര എണ്ണം ഉണ്ടെന്നാ പറയണേ? 6.022 × 10⁻20. അപ്പോൾ ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. അപ്പോൾ എത്ര വരും? 1/1000 വരും. എത്ര വരും ആൻസർ? 0.001. ഓപ്ഷൻ ഡി വരും.
വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. എല്ലാ ടോപ്പിക്കും ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകാനേ പറ്റണുള്ളൂ. അപ്പം നിങ്ങളും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ചെന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? യു ക്യാൻ റൈറ്റ് മാസ് ഓഫ് യൂറിയ ഇസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻20 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. which is equal to 1 by 10⁻3, that is equal to 10⁻³ which is equal to 0.001. that is option D. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്നല്ല കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചിരുന്നു. ഇപ്പം നമ്മൾ കോൺസെൻട്രേഷൻ ടേംസ് മൊളാലിറ്റിയുടെ ചെയ്തു, ലോസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് ചെയ്തു, മോൾ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നിങ്ങൾ പഠിച്ചൊരു കാര്യം എന്തായിരുന്നു? എംപെറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതെന്തായിരുന്നു സംഭവം? what do you mean by empirical formula and what do you mean by molecular formula? എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് എത്രയാ? what is the molecular formula of glucose? പറഞ്ഞോ? ബയോമോളിക്യൂൾസ് ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ? C6H12O6 ഇതാണ് ഇയാളുടെ മോളിക്കുലർ ഫോർമുല അല്ലേ? മോളിക്കുലർ ഫോർമുല എന്ത് തരുന്നുണ്ട്? നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ തരുന്നുണ്ട്. ഹൗ മെനി കാർബൺ, ഹൗ മെനി ഹൈഡ്രോജൻ ആൻഡ് ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എന്നുള്ളത്. സോ ഇത് മോളിക്കുലർ ഫോർമുല ആൻഡ് മാസ് ഇതിൻ്റെ 6 × 12 + 12 × 1 + 6 × 16 ഇത് ഓൾ ടുഗെദർ ചെയ്യുമ്പോൾ 180 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസാണ് തരുന്നത്. ആണല്ലോ? ക്ലിയർ ആണ്. സോ ഇയാൾക്കൊരു എംപെറിക്കൽ ഫോർമുല ഉണ്ടാവും അല്ലേ? ദറ്റ് ഈസ് ഗ്ലൂക്കോസിൻ്റെ അകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് ജനറലി പറയാം അല്ലേ? അത് എത്ര എണ്ണം വെച്ചുണ്ടെന്ന് എക്സാക്ട്ലി പറയുന്നതാണ് വാട്ട് മോളിക്കുലർ ഫോർമുല. അപ്പോൾ എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ പറയും അല്ലേ? സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ കാണിക്കാം? CH2O 1:2:1 റേഷ്യോയിലാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉള്ളത് ഗ്ലൂക്കോസ്. ഇത് നിങ്ങൾക്ക് ഏതൊരു കോമ്പൗണ്ടിൻ്റെ കേസിലും പറയാം അല്ലേ? അവരുടെ കമ്പോണൻ്റ് എന്താണ്, അവരുടെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്താണ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എംപെറിക്കൽ ഫോർമുല. ആൻഡ് എംപെറിക്കൽ ഫോർമുലയിലുള്ള ആൾക്കാരുടെ മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെയാണ് നിങ്ങൾ എംപെറിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. മോളിക്കുലർ മാസ് ബൈ എംപെറിക്കൽ ഫോർമുല മാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡിജർ കിട്ടും അല്ലേ? n. ആ n വെച്ചിട്ട് ഈ പറയുന്ന എംപെറിക്കൽ ഫോർമുലേനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല. ദറ്റ് ഈസ് ഇപ്പോൾ ഇയാളുടെ മോളിക്കുലർ മാസ് എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞേ? 180 gram. വാട്ട് അബൌട്ട് CH2O? 12 + 2 + 16 എത്ര വരും ആൻസർ? എത്ര വരും? 30 അല്ലേ? ആണോ? അല്ലേ? അപ്പോൾ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപെറിക്കൽ ഫോർമുല മാസ് എത്ര വന്നു? 180/30 വിച്ച് ഇസ് ഈക്വൽ ടു 6 വന്നല്ലേ? അപ്പോൾ ഈ 6നെയാണ് ഞാൻ n എന്ന് പറയുന്ന ഇൻഡിജർ എന്ന് വിളിക്കുന്നത്. ആ n മൾട്ടിപ്ലൈഡ് ബൈ ദിസ് നമ്പർ വിൽ ഗിവ് യു ദ മോളിക്കുലർ ഫോർമുല. ഇങ്ങനെയല്ലേ ഇവർ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളത്? ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാം. സോ റൈറ്റ് ഡൗൺ എ ക്വസ്റ്റ്യൻ. ദ എംപെറിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഇസ് CH2O2. What could be its molecular formula? The empirical formula of a compound is CH2O2. What could be its molecular formula? ഏത് വരും? വേഗം പറയാലോ ആൻസർ. എല്ലാവരെയും ഒരു കോമൺ ടേം ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളിക്കുലർ ഫോർമുല ആവും. ഏത് വന്നു? സി വരും അല്ലേ? 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം ആദ്യത്തെ കേസിലാണെങ്കിൽ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. ആരെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ?
കാർബണിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യൂ. പക്ഷെ നമുക്ക് n ഇൻറ്റു എംപെറിക്കൽ ഫോർമുലയാണ് ചെയ്യണേ. എൻ്റയർ ആൾക്കാരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ N2 ആണെങ്കിൽ 2 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ കാർബൺ, ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഡെഫിനറ്റ്ലി 2 ആണെങ്കിൽ C2H4O4 അല്ലേ? അത് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക്സ് ക്ലിയർ ആയോ? കാരണം നിങ്ങൾക്കറിയാം സം ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എത്ര നാൾ കൊണ്ട് എടുത്തതാണെന്നുള്ളത്. ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്ക് ഒന്നും അറിയാതിരിക്കുന്ന ഒരാൾക്കാരായിരുന്നു, ഇപ്പം നിങ്ങളത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഡിഫിക്കൾട്ടായിട്ടുള്ള. കാരണം നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യണമെങ്കിൽ എടുത്താപ്പൊങ്ങാത്ത ചോദ്യം കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടും ഡൈജസ്റ്റബിൾ ആവത്തില്ല. പിന്നെ ഞാനത് പറഞ്ഞ് ഫലിപ്പിക്കാനും കഷ്ടപ്പെടണം. എക്സാമും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അല്ലേ, നമുക്കൊരു പുതിയ കാര്യം ഇറ്റ്സ് ഓൾ അല്ലേ. +1 ചെന്ന് കയറിയപ്പോഴത്തേക്കും എല്ലാം അത്ര ഈസിയൊന്നും ആയിരുന്നില്ല, ഒട്ടും ഈസി ആയിരുന്നില്ല. അപ്പോൾ അത്രയും പോലും ഈസി ആയിരിക്കത്തില്ല ഇത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ദ ഡിഫറൻസ് ഈസ് നൗ യു ആർ ആൻസറിങ് ഇറ്റ് ഇൻ എ കൈൻഡ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ്. മറ്റേത് നിങ്ങളായിട്ട് എഴുതി പിടിപ്പിക്കുന്ന ആൻസേഴ്സ് ആയിരുന്നു, ഇപ്പം നിങ്ങളതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള രീതിയിലാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സസ് കൊണ്ടിട്ട് നിങ്ങൾ അതൊക്കെ ആയിട്ട് ഫെമിലിയർ ആയിക്കോളും. ഓക്കെ, സോ നിങ്ങൾക്ക് 11 ബ്രേക്ക് ടൈം അല്ലേ? ആണോ? അങ്ങനെ ഇതുവരെ ബ്രേക്ക് ടൈം അല്ലേ ശ്വേത? 11. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ബേസിൽസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 9:22 ആയപ്പോൾ താഴെ എത്തി. കാരണം എനിക്ക് ആദ്യം ഒരു ഫാസ്റ്റ് കിട്ടിയില്ല, പിന്നെ വന്ന ഓർഡിനറിക്കാണ് കയറിപ്പോൾ. ഓർഡിനറി ആകുമ്പം സമയം എടുക്കും, അതാ പ്രശ്നം. പെട്ടെന്ന് 1 മണിക്കൂർ എന്നാലും വേണം. 8 മണിയുടെ കയറിയാൽ ഞാൻ 9 മണിക്ക് ഇവിടെ എത്തും. ഇതിപ്പം 9:30 ആവാറായി. കുഴപ്പമില്ല. ടൈം ടേബിളേ എനിക്ക് അതിൽ മൺഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ല ഒരു 26-27 അടുപ്പിച്ച് വരുന്നുണ്ട്. സാർ എനിക്ക് അയച്ചിട്ടില്ല. ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്ത് നമുക്ക് പറയണമെന്ന് പറഞ്ഞു. നോക്കട്ടെ ഒരു മിനിറ്റ്.
ആ ഓക്കെ 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 26th 27th 26 എന്ന് പറയുമ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് 24 മിനിറ്റ്സ് ആദ്യമേ നമ്മൾ ഇട്ടായിരുന്നു. ആ 2 മിനിറ്റ്സിന് 24 എന്തോ. ആ എനിക്ക് 24 അല്ല 24 വേറെ സ്ഥലത്ത് ക്ലാസ് ഉണ്ടായിരുന്നു, 25th ഉണ്ടായിരുന്നു. അപ്പം അത് 26th 27th ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് ഞാൻ ഓർത്തില്ല.